ഹായ് ഫ്രണ്ട്സ്, ഞാൻ PYQ സീരീസാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2024 PSC 10th പ്രിലിംസിൻ്റെ 4 ഫേസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജിലെ 20 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/24. കണക്റ്റഡ് ഫാക്ട്സ് വേണ്ടവർ കമൻറ്റിലൂടെ അറിയിക്കണേ. നമുക്ക് തുടങ്ങിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതിൽ ശരി ഏതൊക്കെയാണ്? 2, 3, 4 ശരി. ഓപ്ഷൻ ബി ആണ് ശരി. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. 2, 3, 4 ശരിയാണ്. തെറ്റിപ്പോയത് 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിലല്ല വൈകുണ്ഠസ്വാമി ജനിച്ചത്. 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോട്ടയിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമി ജനിച്ചത്. അപ്പോൾ ശരിയായിട്ട് ഏതൊക്കെയാണ് വരിക ഓപ്ഷൻസ്? 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോട്ടയിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. 1908 അല്ല, 1809 സ്വാമി ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം 2ഉം 3ഉം തെറ്റാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? കുറിച്യർ കലാപം നടന്നത് 1812 കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അത് 2 ശരിയാണ്. 2ഉം 3ഉം മാത്രമാണ് ഇതിൽ തെറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ശരിയാണ് കണ്ടെത്തേണ്ടത്. 1. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. 2. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. 3. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടി. 4. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥയാണ്. ഈ 4 ഓപ്ഷൻസും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 INC സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. 1929 INC ലാഹോർ സമ്മേളനം. INCൻ്റെ ലാഹോർ സമ്മേളനം. അപ്പം അതിൽ ശരി ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. 1, 2, 4 ശരിയാണ്. അതിൽ തെറ്റ് വന്നത് 1934 1924 ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡൻ്റായത്, INC പ്രസിഡൻ്റായത്. അപ്പോൾ INC നിലവിൽ വന്നത് 1885, സൂററ്റ് പിളർപ്പ് 1907, 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത്, 1929 INCൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ തെറ്റ് വന്നത് 1924 ഗാന്ധിജി INC പ്രസിഡൻ്റ് ആയത്, 1934 ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 3. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 4. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ശരി 1ഉം 4ഉം മാത്രം. 1ഉം 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? 16ാം ഉച്ചകോടി കസാനിൽ വെച്ച് നടന്നു. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ISRO സ്ഥാപിക്കപ്പെട്ടത് 1998 ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ് ഭവനാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ്. ഇതിൽ ശരി ഏതൊക്കെയാണ് വരിക? 3ഉം 4ഉം മാത്രമാണ് ശരി.
ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. അതേപോലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ശരിയാണ് ചോദിച്ചത്. ശരി ഏതൊക്കെയാ വരിക? 1, 2, 3 ശരിയാണ്. അപ്പോൾ 1 ഏതാ? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അൽ അമീൻ പത്രം. 2 ഏതാ വരിക? 1924 ഒക്ടോബർ 12 ആരംഭിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിക്കും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി MK സ്വാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. വിനയചന്ദ്രനല്ല, 2024 54ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷൻ ഗോപ എന്ന് പറഞ്ഞ നോവലിനാണ് അദ്ദേഹം നേടിയത് ഓടക്കുഴൽ പുരസ്കാരം. താഴെ 9